ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സച്ചിയും രേവതിയും ഇതുവരെ ഉറക്കം എഴുന്നേറ്റില്ല. ആ സമയത്ത് കൂട്ടുകാരി ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കാണെങ്കിൽ ചായ ഉണ്ടാക്കാൻ മടി. അപ്പോൾ രേവതി ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് കുടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ രേവതിയുടെ ചായ കൊള്ളാമോ എന്ന് ഭാമ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാമല്ലോ എന്ന് ഭാമയും പറഞ്ഞു. അങ്ങനെ കാത്തിരിക്കാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് കുറേ നേരം ഇരുന്നിട്ടും നമ്മുടെ രേവതി എഴുന്നേറ്റ് ചെല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ ചെന്ന് അവരുടെ വാതിലിൽ ഒരു കൊട്ട്. ആ കൊട്ട് കൊട്ടിയതും ആരുടെ ഉറക്കം കളയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കപ്പിച്ചിൽ കിടന്ന് ഒച്ച വയ്ക്കുവാണ് സച്ചി. അപ്പോഴാണ് നമ്മുടെ രേവതി ചാടി എഴുന്നേറ്റ് രേവതി ഞെട്ടിപ്പോയി. ദൈവമേ, ഇയാൾ എന്തേ കാണിക്കണേ എന്നുള്ളൊരിതിൽ അങ്ങനെ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ സച്ചി അങ്ങനെ തന്നെ കിടക്കുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ കൊട്ട് കേട്ടു വീണ്ടും. അയ്യോ, പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി, സമയം നോക്കിയപ്പോൾ ഇത്ര സമയം. അയ്യോ, സമയം ഒരുപാടായല്ലോ, ദൈവമേ, ഇന്ന് എനിക്ക് സുഖ വഴിയാണെന്നും പറഞ്ഞു പാവം എന്നാ ചെയ്തെന്നറിയാം. അപ്പോൾ വേഗം ചാടി എഴുന്നേറ്റ് എന്ന് വാതിൽ തുറന്നു. അപ്പോൾ സോറി, അമ്മയോട് ക്ഷമയൊക്കെ ചോദിക്കാനാ ചെന്ന് വാതിൽ തുറന്നു. അപ്പോൾ കാണുന്നത് ഭാമയാണെങ്കിൽ രേവതി ഇങ്ങനെ അടിമുടിയൊന്ന് നോക്കി ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട്, സോറി ഞാൻ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു പോയി എന്ന് പറഞ്ഞപ്പം, സാരമില്ല മോളെ, എന്തായാലും മോള് വേഗം കുളിച്ചിട്ട് വാ, ഞങ്ങൾ ആരും ചായ ഒന്നും കുടിച്ചിട്ടില്ല, മോള് വരുന്നത് നോക്കി ഇരിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഭാമ സ്വന്തം കാര്യം നോക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വേഗം കുളിക്കാനായിട്ട് കയറി കഴിഞ്ഞിട്ട് രേവതി പോയി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിരുന്നു വേഗം വരാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഈ സമയത്ത് ഭാമ താഴേക്ക് ഇറങ്ങി ചെന്ന് കൂട്ടുകാരിയോട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ പെട്രോളും തീപ്പെട്ടി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭൂമൊന്ന് പൊട്ടുമെന്ന്, അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഞാൻ ചെന്നപ്പോഴാണ് നിൻ്റെ മരുമകൾ എഴുന്നേറ്റത്. എൻ്റെ ചന്ദ്രേ, എന്നാലും എന്താടി നീ ഈ പറയുന്നേ, അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലായിരുന്നെന്നോ? ഇനിയിപ്പം നീ അതിൻ്റെ പേരിൽ ആ കൊച്ചിനോട് ഒരു ദിനം പോകണ്ട. കാരണം ആ കൊച്ചി ഇന്നലെ താമസിച്ചെങ്ങാനും ആയിരിക്കും കിടന്നത്, അതുകൊണ്ടായിരിക്കും അത് എഴുന്നേക്കാൻ വൈകിയത്. അതിൻ്റെ പേരിൽ ഇനി മുഖം വീർപ്പിക്കാൻ നിൽക്കരുത് അതിൻ്റെ അടുത്ത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാനായിട്ട് ഒന്നിനും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും. അന്നേരം നമ്മുടെ ചന്ദ്ര ഈ സമയത്ത് നമ്മുടെ രേവതി വേഗം തന്നെ കുളിച്ചിട്ട് ഇറങ്ങി വന്നു. അമ്മയെ കണ്ടപ്പോഴത്തേക്കും കൊച്ചിന് ഭയങ്കരമായിട്ട് പേടിയായി. രേവതിയുടെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതിരിക്കുക. വന്ന് നോക്കി നിൽക്കാതെ വേഗം പോയി ചായ ഇടടി എന്നും പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അമ്മയെ പേടിച്ച് ഓടുക രേവതി അടുക്കളയിലേക്ക്. അവിടെ ചെന്നു ചായ വേഗം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ രേവതിയുടെ ഈ ജോലിയും ആ കാര്യങ്ങളും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, എല്ലാ കാര്യങ്ങൾക്കും നല്ല തകൃതിയുള്ള കുട്ടിയാണല്ലേ, എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അതുമാത്രമേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ചന്ദ്ര ഇങ്ങനെ അതിനും കുറ്റം പറയുക. എൻ്റെ ചന്ദ്ര, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ തൊടുന്നതിനും പിടിക്കുന്നതിനും മുഴുവൻ ആ കൊച്ചിനെ കുറ്റം പറയരുതെന്ന്. നീ എന്തൊരു അമ്മായിയമ്മയാടി, കുറച്ചൊക്കെ അടക്കോ ഒതുക്കമൊക്കെ നീ കാണിച്ചാലേ നിനക്ക് കിട്ടേണ്ട ബഹുമാനം അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ച് നിന്നെ വകവയ്ക്കാനേ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാമ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ആരെന്നാ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, അതങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ചായ ആയിട്ട് വന്നു. ചായ കൊണ്ടുവന്ന് കൊടുത്തു, ആൻറ്റിക്ക് കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് അച്ഛനും ഉള്ള ചായ ആയിട്ട് അങ്ങ് പോണു. അങ്ങനെ നമ്മുടെ രേവതിയോട് കാപ്പിക്ക് എന്നാന്ന് ചോദിച്ചു. അപ്പോൾ എന്താ അമ്മ ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞതും ഉണ്ടാക്കാനായിട്ട് റെഡിയായിട്ടാണ് രേവതി ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ രേവതി അങ്ങ് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ ചായ രണ്ടുപേരും കൂടെ കുടിക്കാം. ചന്ദ്ര ആസ്വദിച്ച് ആ ചായ കുടിക്കുന്നു. ഭാമി ആ ചായ കുടിച്ചപ്പോഴത്തേക്കും ഫ്ലാറ്റ് അവിടെ വീണു. അങ്ങനെ രേവതിയുടെ വലിയൊരു ഫാനായി മാറി. എടി ചന്ദ്രേ, നീ ആള് കൊള്ളാവല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നീ എനിക്ക് ചായ ഇട്ട് തരാതെയും എന്നെക്കൊണ്ട് നീ ചായ ഇടിക്കാതെ ഇരുന്നതല്ലേ. ഇത്രയും നല്ല ചായ കിട്ടുമായിട്ടാണല്ലേ, നീ ഭാഗ്യവതിയാണെടി. ഒന്നുമില്ലെങ്കിലും മരുമകളുടെ കയ്യിൽ നിന്നും നല്ല രുചികരമായ ഭക്ഷണവും ചായയൊക്കെ കുടിക്കാൻ പാടില്ലേന്ന് ചോദിച്ചു. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ടൊന്നുമില്ല, തരക്കേടില്ലെന്നേ ഉള്ളൂ. ചന്ദ്രേ, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ആ കൊച്ചിൻ്റെ ചായ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് നീ എന്നെക്കൊണ്ട് പോലും ചായ ഇടിക്കാതെ ഇവിടെ നിന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ ചായ കുടിച്ചു കഴിഞ്ഞപ്പം അത് പൂർണ്ണമായും മനസ്സിലായി. നീ ഉണ്ടല്ലോ, നീ ഒരുപാട് ഓവറാട്ടോ ചന്ദ്രേ എന്നും പറഞ്ഞ് ഭാമ എന്നേരത്തേക്കും ചന്ദ്രയെ വഴക്ക് പറയാം. നീ ഇപ്പോൾ ഏതായാലും ചായ കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നിട്ട് വിഷയം മാറ്റി ചായ കുടിപ്പിക്കുന്നു. അങ്ങനെ ആസ്വദിച്ച് രണ്ടുപേരുടെ ചായ കുടിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അച്ഛനും കൊണ്ടുവന്ന് ചായ കൊടുത്തു. അച്ഛന് ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ, എന്താ മോള് ചായ കുടിച്ചോന്ന് ചോദിച്ചു. ഇല്ല അച്ഛാ, ഞാൻ ചായ കുടിച്ചോളാവെന്ന് പറഞ്ഞു. സച്ചി ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല, എഴുന്നേറ്റില്ല.
ഇന്ന് എഴുന്നേറ്റപ്പോൾ കുറച്ച് താമസിച്ച് പോയച്ചാന്ന് പറഞ്ഞു. ഓ അതൊന്നും സാരമില്ല, എന്നും ഇപ്പോൾ കൃത്യസമയത്ത് എഴുന്നേൽക്കണമെന്ന് യാതൊരു നിർബന്ധവും എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. പിന്നെ മോളെന്താ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്? അതിനൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. മോൾക്കിപ്പോൾ എന്തെങ്കിലും എഴുന്നേൽക്കാൻ കുറച്ച് വൈകിയെന്ന് കരുതി ആരോട് കണക്ക് പറയാനാ? ആരോടും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ദേഷ്യമായിട്ടുണ്ടോ എന്ന് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്ത് ദേഷ്യമാകാൻ? അമ്മയ്ക്കൊരു ദേഷ്യമാവില്ല എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുക. രവിയേട്ടൻ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ചായ കൊടുത്തിട്ട്, അതേ ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചു, ഇനി മുതൽ ഈ പരിപാടി ഇവിടെ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ താമസിച്ച് എഴുന്നേറ്റതിൻ്റെ കാര്യം ചന്ദ്ര പറയാം. ഇല്ലമ്മേ, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, അറിയാതെ പറ്റിപ്പോയതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ രേവതി അതിനും അയ്യോ പത്തോ എന്നും പറഞ്ഞ് സംസാരിക്കാം. അപ്പം രേവതി ഇത്രയ്ക്ക് താണു വണങ്ങി നിൽക്കുന്നതൊക്കെ ഈ ഭാമ കാണുമ്പോൾ ഭാമയ്ക്ക് അസൂയ ശരിക്കും തോന്നുന്നത്. കാരണം ഇത്രയും നല്ലൊരു മരുമോളെ കിട്ടിയിട്ടും ഇവൾക്ക് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ അറിയില്ലല്ലോ എന്നുള്ളൊരിതും ഉണ്ട്. അങ്ങനെ അത് തമ്മിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതി റൂമിലേക്ക് ചെന്ന് സച്ചിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് ചെല്ലുക. സച്ചിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ റൂമിലേക്ക് ചെന്നപ്പോൾ സച്ചി നല്ല ഉറക്കം. വിളിച്ചാൽ എങ്ങനെ വിളിക്കും, എങ്ങനെ വിളിച്ചാൽ എഴുന്നേൽപ്പിക്കും, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നേരെ അങ്ങ് ചെന്നിട്ട് തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ഓ കിടപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് ചെന്നു സാരിത്തുമ്പെടുത്ത് എളിയിലേക്ക് അങ്ങ് കുത്തി ആ കട്ടിലേക്ക് കയറി അങ്ങ് നിന്നിട്ട് എഴുന്നേക്കെന്നും പറഞ്ഞുകൊണ്ട് കൈയെടുത്ത് അടിച്ചത് മാത്രമേ നമ്മുടെ രേവതിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും സച്ചി കാലെടുത്തൊരു പൊക്കും കിടക്കുന്നു സച്ചിയുടെ ദേഹത്തേക്ക് നമ്മുടെ രേവതി. അയ്യോന്നും പറഞ്ഞ് രേവതി എന്ന് വീണു. ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ചെന്ന് പണി മേടിച്ച ഭാര്യയായി മാറി നമ്മുടെ രേവതി. എന്തായാലും രേവതിയുടെ കാര്യം രസകരമായിട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോണു. ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു കനം ഫീൽ ചെയ്യൂല. അപ്പോൾ എന്താണെന്ന് ചോദിച്ച് കണ്ണ് തുറന്നപ്പോൾ രേവതി കാലെ കിടന്നു. അയ്യേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി ഒരു തട്ടും തട്ടി സച്ചി ചാടി ഇങ്ങനെ എഴുന്നേൽക്കുകയും ചെയ്തു. നീ എന്താ ഈ കാണിക്കുന്നത്? എൻ്റെ കാലിൻ്റെ ചോട്ടിൽ എന്തിനാ വന്ന് കിടക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് കിടന്നതല്ല, അറിയാതെ ഇങ്ങനെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. എങ്ങനെ അറിയാതെ പറ്റിപ്പോയി? അങ്ങനെയൊന്നും അറിയാതെ പറ്റിപ്പോവണ്ട എന്നും പറഞ്ഞുകൊണ്ടായി സച്ചി. നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വന്നതാ, ഇന്നലെ നിങ്ങൾ എന്താ ഇവിടെ കാണിച്ചു കൂട്ടിയതെന്നൊക്കെ ചോദിച്ചു. എന്ത്? അപ്പോഴേക്ക് തല നേരെ നിൽക്കുന്നില്ലേ, ഞാൻ എന്ത് കാണിച്ചു കൂട്ടിയെന്ന്? എന്താ ഓർമ്മയില്ലേ? നിങ്ങളെന്താ കാണിച്ചു കൂട്ടിയതെന്ന് നിങ്ങൾക്കൊരു ഓർമ്മയില്ലേന്ന് ചോദിച്ചു. എനിക്കൊരു ഓർമ്മയില്ലെന്ന് സച്ചി. പിന്നെ നമ്മുടെ രേവതി എല്ലാം വിശദീകരിച്ച് കൊടുക്കുക. നോക്കുമ്പോൾ എന്താ ബാൽക്കണിയിലെ കുപ്പി, വെള്ളം, അതുപോലെ മദ്യക്കുപ്പിയുടെ ഇത് എല്ലാം ഇങ്ങനെ കിടക്കുക. സച്ചി ഓടിച്ചെന്നിട്ട് അതങ്ങോട്ട് എടുത്തു. സച്ചി ഓടിച്ചെന്നങ്ങ് എടുത്തിട്ട് തൻ്റെ ഇന്നലത്തെ സാഹചര്യങ്ങളെ പറ്റിയും അതുപോലെ വൈകുന്നേരങ്ങളിൽ തൻ്റെ പതിവുകളെ പറ്റിയും ഒക്കെ രേവതിയോട് വിശദീകരിക്കുക. രേവതിയോട് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ രേവതി ഇതെല്ലാം കേട്ട് നിൽക്കുന്നു. അതെ, ഈ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഒരു അടുപ്പമൊക്കെ തോന്നി കേട്ടോ. രേവതി ഇങ്ങനെ അത് കേട്ടുകൊണ്ട് നിൽക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാൻ പറഞ്ഞു. ശരി, എന്താ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ്, ഞാനതെല്ലാം വിട്ടുവെന്ന്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ രേവതിയോട് സച്ചി പറഞ്ഞപ്പോൾ രേവതി ഒരു ചിരിയൊക്കെ ചിരിച്ചു നിൽക്കുക. ഈ സമയത്താണ് താഴെ രേവതിക്കുള്ള അടുത്ത പണി 2 പെണ്ണുങ്ങളും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ രേവതിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു പണിയെടുക്കാനും പറ്റത്തില്ല. ലോകം മടിച്ചെന്ന് പറഞ്ഞാൽ കുഴി മടിച്ചാണ്. അപ്പോൾ ഒരു കഴിയാതെ ഇങ്ങനെ നമ്മുടെ ഭാമയ്ക്കും അതുപോലെ തന്നെ ചന്ദ്രയ്ക്കും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാനാണല്ലോ ടൈം മുഴുവനുള്ളത്. അങ്ങനെ ആ ഒരു സമയത്ത് ഈ രേവതിയെ കൊണ്ട് മാല കെട്ടിക്കൽ, സാരത്തുമ്പ് കെട്ടിക്കൽ ഇതെല്ലാം ചെയ്യിക്കാനായിട്ട് ഈ ഭാമ പറഞ്ഞു കൊടുക്കുക. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് ശരിയാ, അവൾ ചെയ്യട്ടെ, അവൾ നല്ലപോലെ ചെയ്യും. അതുമാത്രമല്ല ഈ വീട്ടിൽ ഒരു പണിയില്ലാണ്ടിരിക്കുമല്ലേ, വെറുതെ ഇരിക്കുമല്ലേ അവൾ, ഇതൊക്കെ അങ്ങ് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ടായി രേവതിയുടെ തലയിൽ ഓരോ ജോലികൾ എടുത്തു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ജോലികൾ എടുത്തു വെച്ചു കൊടുത്തു. കൂട്ടുകാരി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം ഏകദേശമൊക്കെ ആയി. കൂട്ടുകാരി നല്ലതും പറഞ്ഞു കൊടുക്കും, അതിൻ്റെ ഇടയ്ക്ക് ഇവർക്കിട്ട് ഇടയിൽ പണികളും വെച്ച് കൊടുത്തിട്ടാണ് പോണത്. അങ്ങനെ ഭാമ അവിടെ നിന്ന് അങ്ങ് പോയി. ഭാമ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. രവിയേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വിഷയം ഇതൊക്കെ നമ്മുടെ രവിയേട്ടന് മനസ്സിലായി. രവിയേട്ടൻ വന്നിട്ട് ചന്ദ്രയോട് ചോദിച്ചു, നീ എന്തു ഭാവിച്ചാണെന്ന് ചോദിച്ചു. എന്തു ഭാവിച്ച്? നീ എന്തിനാ ആ കുട്ടിയോട് ഇതുപോലെ കാണിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയല്ലേ ആ കുട്ടി. ആ കുട്ടിയോട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണെങ്കിലേ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ അവൾ പെരുമാറണം, അല്ലാതെ മറ്റൊരാളെ പോലെ അല്ല അവൾ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞു. ആ കുട്ടി എന്താടി ഈ വീട്ടിൽ മാറി പെരുമാറേണ്ടത്? നമ്മളെല്ലാവരും പെരുമാറുന്നതിനേക്കാളും സൗമ്യമായും മര്യാദയുമായും ഉത്തരവാദിത്വത്തോടും കൂടിയാണ് രേവതി ഈ കുടുംബത്തിൽ പെരുമാറുന്നത്. ഇനിയും എന്തുമാറ്റം ആ കുട്ടി വരുത്തേണ്ടതെന്നൊക്കെ ചോദിച്ചു. അവൾ അങ്ങനെ ഈ കുടുംബത്തിലെ ആളായിട്ട് പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുമ്പോൾ
ഞാനത് സമ്മതിക്കാം. അതിനു മുമ്പ് അവളെ എടുത്ത് തലയിലേക്ക് വെക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം നീ എത്ര കിട്ടിയാലും പഠിക്കില്ല ചന്ദ്രേ. നിനക്ക് യോജിച്ചൊരു മരുമോൾ ആയിരുന്നില്ല രേവതി മോളെന്ന് പറഞ്ഞപ്പോൾ അതെ എനിക്ക് യോജിച്ചൊരു മോളായിരുന്നില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെയും കൂടെ കുശുമ്പ് വിചാരിക്കാം. നീയൊന്നും ഈ ജന്മം നന്നാകാൻ പോകുന്നില്ലടി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ രവിയേട്ടൻ അങ്ങ് പോയി. രവിയേട്ടൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൾക്കിട്ടുള്ള അതായത് രേവതിക്കിട്ടുള്ള പണി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് ആശാത്തി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.